Guys, everkum ende YouTube channel Learn to Code from Zero to Hero ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡാറ്റ സയൻസിന്റെ കുറച്ച് തിയറിയാണ്. വാട്ട് ഈസ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ഈസ് കൺസിഡർഡ് ആസ് ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് which can be used as a base for performing analysis and decision making. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫോർമേഷൻ ആണ്. ആ ഇൻഫോർമേഷൻ എങ്ങനെയാ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അത് എന്തിനൊക്കെ ഉപയോഗിക്കാം? പെർഫോമിംഗ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. There are two types of data, traditional data and big data. Data in the form of tables are considered as traditional data. നമ്മളിപ്പോൾ ഒരു ടേബിൾ ആയിട്ട് വെക്കുകയാണ് കുറേ ഡാറ്റ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഏജ്, ക്ലാസ്, പിന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള യുണീക്ക് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, ക്ലാസ്, സ്കൂൾ, അതുപോലെ അങ്ങനെ 5 കോളം ആക്കിയിട്ട് വെച്ച് വെക്കുക. അങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ട്രഡീഷണൽ ഡാറ്റ. Data should be structured, then it can be managed by one computer. But big data is extremely large data. പിന്നെ അടുത്തത് ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. അതെന്താണ്? എക്സ്ട്രീംലി ലാർജ് ഡാറ്റ. ബിഗ് ഡാറ്റ ക്യാൻ ബി സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ്. അങ്ങനെ 3 വിധത്തിലാകാം ബിഗ് ഡാറ്റ. ദ വിഷൻ ഓഫ് ബിഗ് ഡാറ്റ, വാല്യൂ ഓഫ് ബിഗ് ഡാറ്റ, visualization of big data, variability of big data, volume of big data distributed among many computers, variety of big data. അങ്ങനെ 6 തരത്തിലാണ് ബിഗ് ഡാറ്റ ഉള്ളതെന്ന് വിചാരിക്കുക. ശരിക്ക് 11 ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന 6 വ്യൂസ് ഏതൊക്കെയാണ്? ദ വിഷൻ ഓഫ് ബിഗ് ഡാറ്റ, വാല്യൂ ഓഫ് ബിഗ് ഡാറ്റ, visualization of big data, variability of big data, volume of big data distributed among many computers, and variety of big data. It includes ഈ ഡാറ്റയിൽ എന്തൊക്കെയാവാം? നമ്പേഴ്സ്, ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ, മൊബൈൽ ഡാറ്റ ആൻഡ് അതേഴ്സ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. The velocity of big data is also considered. പിന്നെന്താണ്? 7ാമത്തത് വെലോസിറ്റി. It can be retrieved in real time. It all comes under problem solving. That is, what kind of problem are you solving? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ബിഗ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. വൺസ് ദ ഡാറ്റ ഇസ് ഗ്യാതേർഡ് ആൻഡ് ഓർഗനൈസ്ഡ്, ഗ്യാദർ ചെയ്താൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യും വേണം. ദെൻ ഡീൽ വിത്ത് ഡാറ്റ സയൻസ് അനാലിറ്റിക്സ്. ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്. ഇങ്ങനെ ഡാറ്റ ഗ്യാദർ ചെയ്ത് ഓർഗനൈസ് ആക്കി വെച്ച് കഴിഞ്ഞ ഡാറ്റനെ നമ്മൾ ഡാറ്റ സയൻസ് അനാലിറ്റിക്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പം, ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഡാറ്റ സയൻസ്. ഇൻ ദ ഇൻഫോഗ്രാഫിക്സ്, ഡാറ്റ സയൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 3 സെഗ്മെന്റ്സ്. എന്തൊക്കെയാണ് ആ 3 സെഗ്മെന്റ്സ്? ബിസിനസ് ഇന്റലിജൻസ്, ട്രഡീഷണൽ മെത്തേഡ്സ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇൻഫോഗ്രാഫിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡാറ്റ സയൻസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്? ബിസിനസ് ഇന്റലിജൻസ്, ട്രഡീഷണൽ മെത്തേഡ്സ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു അനലൈസ് ദ പാസ്റ്റ് ഡാറ്റ വിച്ച് യു ഹാവ് എക്വയർഡ്. നമ്മുടെ കയ്യിലുള്ള പാസ്റ്റ് ഡാറ്റ എന്താണോ അതിനെ നല്ലവണ്ണം പഠിക്കുക, അനലൈസ് ചെയ്യുക. ഫോർ ദിസ് യു നീഡ് ദ ഡിസിപ്ലിൻ ഓഫ് ബിസിനസ് ഇന്റലിജൻസ്. അതിന് നമുക്ക് എന്തിന്റെ സഹായം വേണം? ബിസിനസ് ഇന്റലിജൻസിന്റെ സഹായം. Thus, it includes all the technology-driven tools for the process of analyzing, understanding, and reporting available past data. ബിസിനസ് ഇന്റലിജൻസിന്റെ സഹായവും ടെക്നോളജി ഡ്രിവൺ ടൂൾസും ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും, റിപ്പോർട്ട് അവൈലബിൾ പാസ്റ്റ് ഡാറ്റ. Thus, with the help of business intelligence report and business intelligence dashboards, you will make decisions. അങ്ങനെ ബിസിനസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ സഹായത്താലും ബിസിനസ് ഇന്റലിജൻസ് ഡാഷ്ബോർഡ്സിന്റെ സഹായത്താലും നമ്മൾ എന്ത് ചെയ്യും? വി വിൽ മേക്ക് ഡിസിഷൻസ്, എക്സ്ട്രാക്ട് ഇൻസൈറ്റ്സ് ആൻഡ് എക്സ്ട്രാക്ട് ഐഡിയാസ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ബിസിനസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെയും ബിസിനസ് ഇന്റലിജൻസ് ഡാഷ്ബോർഡിന്റെയും സഹായത്താൽ നമ്മൾ വി വിൽ മേക്ക്
valuable decisions, extract insights, and extract ideas. You should also find answers for how, why, what, when, where, etc. This is all done to improve future performance. ഇതൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. As next step, once business intelligence work is ready, next step is to do traditional methods of data science and machine learning to predict the future and to improve the future performance. ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റാ സയൻസ് ഉപയോഗിച്ചും മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചും ഭാവി പ്രിഡിക്റ്റ് ചെയ്യുക മാത്രമല്ല ഭാവിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ ലേണിംഗും ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റാ സയൻസും ഉപയോഗിക്കുന്നു. ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റാ സയൻസ് are adapted from statistics and applied in business. Thus, they are regression analysis, cluster analysis, and factor analysis. Traditional method of data science എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ വരുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നത് അതെന്തൊക്കെയാണ്? റിഗ്രഷൻ അനാലിസിസ്, ക്ലസ്റ്റർ അനാലിസിസ് ആൻഡ് ഫാക്ടർ അനാലിസിസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മെഷീൻ ലേണിംഗ്. Here, mathematics and computing power and applying artificial intelligence, the machine is able to predict the outcomes without explicit programming. Thus, it is focused more on building algorithms. അങ്ങനെ മെഷീൻ ലേണിംഗിന്റെ സെക്ഷൻ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ മെയിൻ ആയിട്ട് വരും? മാത്തമാറ്റിക്സ് വരും, കമ്പ്യൂട്ടിംഗ് പവർ വരും, ആൻഡ് ബൈ അപ്ലൈയിങ് സർട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് the machine is able to predict the outcomes without explicit programming. ഇവിടെ സ്ട്രെസ് കൊടുക്കേണ്ടത് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിങ്ങിന്റെ സഹായം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും? predict the outcomes with the help of artificial intelligence. Thus, it is focused more on building algorithms. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.